അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ നടക്കുന്ന അട്രോസിറ്റീസ്, അതിനെ തുടർന്നുള്ള കുറേ രാഷ്ട്രീയ സോഷ്യോ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ്, അതുപോലെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ്, പേളിമാണി അടക്കമുള്ള ആൾക്കാരെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചകൾ, അങ്ങനെയൊക്കെ. അപ്പോൾ പേളിമാണിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണ്ടയോ എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിസിഷൻസ് ആണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ യു ഹാവ് ടു ഹോൾഡ്. ഇപ്പം നമ്മൾ പബ്ലിക് ഫിഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കമൻസ് ഹോൾഡ് ദം അക്കൗണ്ടബിൾ വെൻ യു നീഡ് ടു ആൻഡ് ഡിബേറ്റ് ദം റെസ്പെക്ട്ഫുള്ളി, ക്രിട്ടിസൈസ് ദം ആൻഡ് ഡിബേറ്റ് ദം റെസ്പെക്ട്ഫുള്ളി. പക്ഷേ നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാതിരിക്കുക. നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന റിയൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചർ, അവരെ വളർത്താൻ കഷ്ടപ്പെടുന്ന പേരൻസിൻ്റെ അവസ്ഥ, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ നാട്ടിലെ സേഫ്റ്റി, നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ, അങ്ങനത്തെ നമ്മൾ എലക്ട് ചെയ്ത ഒഫീഷ്യൽസ് ആക്കിയ ആൾക്കാർ ചെയ്ത് തീർക്കാത്ത ഒരുപാട് പണികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം അത് ലെറ്റ് us ട്രൈ ടു മേക്ക് ദ ചേഞ്ചസ്. നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ശ്രമിക്കാം. അതല്ലാതെ ഇന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ത് പറഞ്ഞു, അവർ പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് എങ്ങനെ മാപ്പ് പറയിക്കാം, അവരുടെ മാപ്പ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ശരിക്കും നമുക്ക് ഗുണമുണ്ടാകുന്നത് രാജ്യത്തിലും സ്റ്റേറ്റിലും നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടുന്ന വ്യത്യാസങ്ങൾ കണ്ടുവരുമ്പോഴാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊടുക്കാം, അതിലേക്ക് നമ്മുടെ എനർജി കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് വേണ്ടുന്ന ചേഞ്ചസ് നമുക്ക് വരുത്തിക്കൊണ്ടുവരാം. അതായത് ഒരു സെലിബ്രിറ്റി കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച നിൽക്കുമായിരിക്കും, 2 ആഴ്ച നിൽക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് ഒരുപാട് നാളും നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ലെറ്റ് us നോട്ട് ഗിവ് ടു മച്ച് ഓക്സിജൻ ടു ഔട്ട്റീച്ച്. നമ്മുടെ രാജ്യം ഷേപ്പ് ചെയ്യുന്ന, നമ്മുടെ ഫ്യൂച്ചർ ഉറപ്പ് വരുത്തുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ എനർജി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ചേഞ്ചസ് നമുക്ക് വരുത്തി തീർക്കാം. ഓൾറൈറ്റ്, സോ ലെറ്റ് us ഗിവ് അറ്റൻഷൻ. നമുക്ക് നമ്മുടെ അറ്റൻഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ലെറ്റ് us ഗിവ് അറ്റൻഷൻ ടു ദ റൈറ്റ് തിങ്സ്. പീസ്.